ഇന്നലെ 4 മണിക്ക് ശേഷം കുട്ടികൾ വീട്ടിൽ പോകാൻ വേണ്ടി ബസ് കയറാൻ നിൽക്കുന്ന അവസ്ഥയിലാണ് പെട്ടെന്ന് ആന ചാടി ഫ്രണ്ടിലോട്ട് വന്നത്. ഭയമുണ്ട്. പലപ്പോഴും ഈ ഹോസ്റ്റലിൻ്റെ പുറകിൽ ആന അലർന്ന സൗണ്ടുകളുണ്ടായിരുന്നു. അത് തൊട്ടടുത്തൊരു കുട്ടി, ആനയുടെ തൊട്ടടുത്തൊരു കുട്ടി പെട്ടുപോയി. പേടിയാണ്, ഭയമാണ്. കാരണം ഇപ്പോൾ എല്ലാവരും ആന ആനാന്ന് കിടന്ന് വിളിക്കുമായിരുന്നു. ഞങ്ങളെല്ലാം ഇപ്പം നേരത്തെ പിടിച്ചു. നിങ്ങൾ ഓടിയല്ലോ? ഞങ്ങൾ ഓടി. ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾക്കരിയിലേക്ക് കാട്ടാന ഓടിയെത്തി. കുട്ടികൾ ഓടി സ്കൂൾ മുറ്റത്തേക്ക് കയറിയതിനാൽ വലിയ അപകടം ഒഴിവാക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 4:30 പീരുമേടാണ് സംഭവമുണ്ടായിരിക്കുന്നത്. പീരുമേട് മരിയഗിരി EMHS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. +2 വിദ്യാർത്ഥികളായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് ഇവർ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ഈ സ്ഥലത്താണ് അവർ ബസ് കാത്തു നിന്നത്. ആ സമയമാണ് കാട്ടിൽ നിന്നും കാട്ടാന ഓടി വരികയായിരുന്നു. കുട്ടികൾക്കരികിലേക്ക് വരികയായിരുന്നു. കുട്ടികൾ ഉടൻ തന്നെ 10-20ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. കുട്ടികൾ ഉടൻ തന്നെ സ്കൂൾ മുറ്റത്തേക്ക് ഓടിക്കയറുന്നതിൻ്റെയും കാട്ടാന പിന്നാലെ ഓടി വരുന്നതിൻ്റെയും ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ ലഭ്യമായിട്ടുണ്ട്. ഈ ആന ഓടി സ്കൂൾ മുറ്റത്തേക്ക് കുട്ടികൾ കയറുകയും മറ്റൊരു വഴി ജനവാസ മേഖലയിലേക്കുള്ളൊരു വഴിയിലേക്ക് കാട്ടാന ഓടിപ്പോകുന്നതിൻ്റെയുമാണ് ദൃശ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്കൂൾ അധികൃതർ നമുക്കൊപ്പം ചേരുകയാണ്. PTA പ്രസിഡന്റ് ഉണ്ട്, സ്കൂൾ പ്രിൻസിപ്പൽ ഉണ്ട്. ഇവരെല്ലാം വലിയ ആശങ്കയിലാണ്. കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. ഏതായാലും വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെടലിൻ്റെ ആശ്വാസമുണ്ട്. എന്നാൽ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം. നമസ്കാരം. ഇന്നലെ ഞങ്ങൾക്ക് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടായത്. ഞങ്ങളുടെ 750ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. ഞാൻ ആ സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. ഇന്നലെ 4 മണിക്ക് ശേഷം കുട്ടികൾ വീട്ടിൽ പോകാൻ വേണ്ടി ബസ് കയറാൻ നിൽക്കുന്ന അവസ്ഥയിലാണ് പെട്ടെന്ന് ആന ചാടി ഫ്രണ്ടിലോട്ട് വന്നത്. ഒരു തരനാലിഴയ്ക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. ഞങ്ങൾക്ക് ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. കാരണം ഒരു ഇതുമില്ലാതെയാണ് ഈ ആന കയറി വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ആൾക്കാരെ കാണുമ്പോൾ ആന ഓടുമായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. ആൾക്കാരുള്ള സ്ഥലത്തോട്ട് ചാടി കയറി വരികയാണ്. ഇന്നലെ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ നോർത്ത് ഞങ്ങൾ, കാരണം അത്രത്തോളം കുട്ടികൾ നിൽക്കുകയാണ്. ഞങ്ങൾ ആ വീഡിയോ ഒരു 10-50ഓളം കുട്ടികൾ ഇവിടെ ആ സമയത്തോടെ ഉണ്ട്. ഞങ്ങൾ ആ വീഡിയോ എല്ലായിടത്തും ഇട്ടിരുന്നു. ഞങ്ങളെല്ലാ വീഡിയോ ഒക്കെ ഉണ്ട്. ആന ഓടി ഇങ്ങ് വരികയാണ്. ആന ഓടി വന്നപ്പോഴത്തേക്കിനും കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. കുട്ടികൾ 4 പാട് ഓടി. അത് തൊട്ടടുത്തൊരു കുട്ടി, ആനയുടെ തൊട്ടടുത്തൊരു കുട്ടി പെട്ടുപോയി. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇതൊരു വലിയൊരു വിഷയമായിട്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് MLA കൂടെ വന്നിരുന്നു. MLA വന്ന് അന്വേഷിച്ചു. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നായിരുന്നു. പിന്നെ ഫോറസ്റ്റ് ഓഫീസറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇതൊരു ശാശ്വതമായ പരിഹാരമല്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും വന്ന് നോക്കുകയോ അന്വേഷിക്കുന്നതിൽ കാര്യമില്ല. ഇന്നലെ അത് ഈ ഗേറ്റ് കടന്ന് പിന്നെ ആന ഇങ്ങോട്ട് കയറി വന്നിരുന്നെങ്കിലുള്ള അവസ്ഥ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം കുട്ടികളെല്ലാം കളിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ടൊരു വല്ലാത്തൊരു വിഷമത്തിലാണ് ഞങ്ങളുടെ കുട്ടികളെ എങ്ങനെ ഇനി സ്കൂളിൽ വിടുമെന്നുള്ള ഒരു വളരെ വിഷമത്തിലാണ്. അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ളത് ഇവിടെ ഇതാണ്. ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് ചാടി വന്നത്. ഈ സ്കൂളിൻ്റെ ഗേറ്റിലോട്ട് തന്നെയാണ് ചാടി വന്നിരിക്കുന്നത്. പരിഹാരം കൃത്യമായ രീതിയിലൊരു ട്രെഞ്ച് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഫെൻസിങ് ചെയ്യുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് നമുക്കെല്ലാവർക്കും, മുഴുവൻ ജനങ്ങൾക്കും ഒരു വിഷമകരമായ ഒരു സംഭവം ഉണ്ടാകും. കാരണം എത്രത്തോളം കുട്ടികൾ കൂട്ടമായിട്ട് ഇറങ്ങി വരുന്ന അവസരത്തിൽ ഒരു ആന സ്കൂളിലോട്ട് കയറി വരിക എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. മുൻപ് ഈ കാട്ടാനയുടെ ശല്യം ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. ഇത് ഒരുപാട് നാളായി. ഇത് നേരത്തെ തന്നെ ചെയ്യേണ്ടതാണ്. ഇതിപ്പം എന്തെങ്കിലും സംഭവിച്ചിട്ട് ചെയ്യാമെന്നും പറഞ്ഞാണ് അധികാരികൾ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാട്ടാന കൂട്ടം ഒരു 2-3 മാസക്കാലമായിട്ട് ഈ പ്രദേശങ്ങളെല്ലാം ഉണ്ട്. 2-3 മാസക്കാലമല്ല, പീരുമേടൊക്കെ ഓരോ സ്ഥലങ്ങളിൽ കയറി ഒരുപാട് അതിക്രമങ്ങളൊക്കെ കാണിക്കുന്ന, ഓരോരുത്തർ കൃഷികൾ നശിപ്പിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിനോടനുബന്ധിച്ചുള്ള സ്ഥലം ജനവാസ മേഖലയാണോ? ഈ സ്കൂളിൽ ഇവിടുന്ന് കുറച്ചതായിട്ട് പോയാൽ ഒരുപാട് ജനങ്ങളുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നതാണ്. പിന്നെ ഒരുപാട് വണ്ടികളും ടൂറിസ്റ്റുകളും ഒക്കെ പോകുന്ന ഒരു റോഡും കാര്യങ്ങളൊക്കെയാണ്. വിശ്രമത്തിനൊക്കെ വേണ്ടി ഓടി വരുന്ന വണ്ടികൾ ഇവിടെ നിർത്താറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വല്ലാത്തൊരു ആശങ്കയിലാണ്. ഇതിൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ പേരൻസ് മുഴുവൻ കുട്ടികളെ എങ്ങനെ സ്കൂളിൽ, ഈ ഒരു സ്കൂൾ മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്ത് വലിയ സ്കൂളുണ്ട്, കോളേജുണ്ട്. ഇവിടുന്ന് 500 മീറ്റർ അപ്പുറത്താണ് മരീൻ കോളേജും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അവിടെയൊക്കെ 10,000-3000 കുട്ടികൾ പഠിക്കുന്നതാണ്. അതുപോലെ കുട്ടിക്കാനും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പം വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായ പരിഹാരം, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നമ്മുടെ സ്കൂളിൽ ഇന്നലെ വന്നെങ്കിൽ പോലും
സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം മാസങ്ങളോളമായിട്ട് ആനകൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നമ്മൾ ആരെയും കുറ്റം പറയുന്നൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമായിട്ടും സ്വൈരമായിട്ടും വിദ്യാഭ്യാസം നടത്താനുള്ളൊരു സംവിധാനം എത്രയും പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ചെയ്തു തരണം. ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ വീട്ടിലിരുത്തി പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും. ഇപ്പം ഇനിയിപ്പം ഫൈനൽ എക്സാമൊക്കെ വരിക, 10ാം ക്ലാസ്സിൻ്റെയൊക്കെ ഫൈനൽ എക്സാമും കാര്യങ്ങളൊക്കെ വരികയാണ്. ഒരു കാരണവശാൽ ഇപ്പോൾ സ്പെഷ്യൽ ക്ലാസ് വരെ കൊടുത്താണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കുട്ടികൾ 4:30 മണി 5 മണിയാവും ഇവിടുന്ന് പോകുമ്പോൾ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തീരാത്ത ഒരു ബുദ്ധിമുട്ടിലോട്ട് പോകും. അതുകൊണ്ട് ഇനി ഇത് സംഭവിക്കാത്ത രീതിയിൽ ഞങ്ങൾ ആരും കുറ്റം പറയുന്നില്ല. ഇന്നലെ ഫോറസ്റ്റുകാർ ഇവിടെ വന്നു, ഇന്ന് ഞങ്ങളുടെ MLA സ്കൂളിൽ വന്ന് അന്വേഷിച്ചു, ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വന്ന് അന്വേഷിച്ചു. എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിൽ കാര്യമില്ല. നമ്മളൊരു സംഭവങ്ങൾ നടന്നതിന് ശേഷം ആരും വന്നിട്ട് അന്വേഷിച്ചിട്ടോ ഇല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. സംഭവം നടക്കാതിരിക്കാനുള്ള ഒരു പരിപാടി എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇതിന് കൃത്യമായിട്ട് ട്രെഞ്ചോ ഫെൻസിങ്ങോ കാര്യങ്ങളോ ചെയ്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുട്ടികളെയും സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമസ്കാരം. ഇന്ന് സ്കൂളിലെ ശിശുദിനാഘോഷങ്ങൾ നടക്കുകയാണ്. വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഉണ്ടായ ഒരു സംഭവം വളരെ ദൗർഭാഗ്യപരവും ഇന്നത്തെ ആ ഒരു സന്തോഷത്തെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലുമുള്ളതാണ്. വൈകുന്നേരം 4:30 വരെ കുട്ടികൾക്ക് +2 വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ സ്കൂളിൻ്റെ തൊട്ട് താഴെ തന്നെയുള്ള വെയിറ്റിംഗ് ഷെഡിനടുത്ത് ബസ് കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് ആന അപ്പുറത്ത് നിന്ന് കടന്നു വരികയും അങ്ങനെ കുട്ടികളെ ചിതറി ഓടുകയും വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. തീർച്ചയായിട്ടും ഞങ്ങളുടെ MLA ശ്രീ വാഴൂർ സോമൻ അവറുകളും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ദിനേശൻ അവറുകളും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ വരികയും വേണ്ട എല്ലാ കാര്യങ്ങളും അധികാരികളെ അറിയിച്ച് വേണ്ട നിങ്ങളുടെ ആശങ്കകളൊക്കെ പരിഹരിച്ചു കൊള്ളാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു എളിയ അപേക്ഷ എന്ന് പറയുന്നത് ഈ ഒരു ഞങ്ങളുടെ വലിയ ആശങ്ക അതൊന്ന് പരിഹരിച്ചു തരണം. PTA പ്രസിഡന്റ് അതുപോലെ അസിസ്റ്റന്റ് മാനേജർസിനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്നാണ് ഇവിടെ നിൽക്കുക. PTA അംഗങ്ങളുണ്ട്, അസിസ്റ്റന്റ് മാനേജറുണ്ട്, മാനേജ്മെൻറ്റ് എല്ലാവരും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സമാധാനപരമായിട്ട് സ്കൂളിൽ വരുവാനും പഠിക്കുവാനുമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥന മാത്രമാണ്. ഈ ഒരു ആന വരുന്ന ആ ഒരു ശല്യത്തിൽ നിന്ന് ഞങ്ങളുടെ ഈ നാടിനെ ഒന്ന് രക്ഷിക്കണം, സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെന്നൊരു അപേക്ഷ മാത്രം. ഇതൊരു റെസിഡൻസ് സ്കൂളാണ്. ആദ്യമേ തന്നെ ഇവിടെ കുട്ടികൾ വന്ന് പഠിക്കുന്നത് മാത്രമല്ല, താമസിച്ച് പിള്ളേർ ഹോസ്റ്റൽ സൗകര്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ഇവർക്കൊരു ഭയമുണ്ട്. പലപ്പോഴും ഈ ഹോസ്റ്റലിൻ്റെ പുറകിൽ ആന അലർന്ന സൗണ്ടുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോസ്റ്റലിൻ്റെ പുറകിൽ വാഴകളൊക്കെ നശിപ്പിക്കുകയും അപ്പം ഇതിങ്ങോട്ട് കയറി വരുമോ എന്നൊരു പേടി നമുക്ക് എപ്പോഴും ഇവിടെ ഉണ്ട്. പക്ഷേ എന്നാൽ ഞങ്ങൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വരികയും ഇവിടെ റോന്തി ചുറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ആന ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം ധൈര്യമൊക്കെ പകരുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കതൊരു മനസ്സിന് വിഷമമാണ്. കാരണം അതൊരു പേടിയാണ്, ഭയമാണ്. കാരണം ഇന്നലെ വീണ കുട്ടിയാണ് ഇന്ന് രാവിലെ ഞങ്ങളോട് വന്ന് പറഞ്ഞു രാത്രി ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്. കാരണം അത്രയ്ക്കും ഭയപ്പെട്ടുപോയി. അതേ സിറ്റുവേഷനിലാണ് ഇവിടെ താമസിക്കുന്നത് ഞങ്ങളെല്ലാവരും തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം വനമേഖല കൂടിയാണ്, പൈൻകാടുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. മുൻ കാലങ്ങളിൽ അത്രയ്ക്ക് കാട്ടാനയുടെ ശല്യമില്ല എങ്കിലും കഴിഞ്ഞ 2 ആഴ്ചയോളമായി കാട്ടാനയുടെ ശല്യം ഉണ്ടാകുന്നതായാണ് സ്കൂൾ അധികൃതരും നാട്ടുകാരും ഒക്കെ പറയുന്നത്. ഏതായാലും ഇന്നലെ ഈ സംഭവം നടന്ന സമയം മുതൽ ഫോറസ്റ്റ് അധികൃതർ നിരീക്ഷണത്തിലാണ്. ആനയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇതിൽ പൈൻകാട്ടിൽ ആനയെ കണ്ടെത്തുകയും ചെയ്തു. ആനയെ അവിടെ നിന്നും തുരത്തി ഓടിക്കുന്നതിന് ഉൾവനത്തിലേക്ക് ഓടിക്കുന്നതിനുള്ള ശ്രമം ഫോറസ്റ്റ് അധികൃതർ തുടരുകയെന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ, ഇന്നലെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പം ആ മേളിൽ കൂടെ ആയിരുന്നു ആന ഇറങ്ങി വന്നേ. ഞങ്ങളാരും കണ്ടില്ലായിരുന്നു ആദ്യം. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ എല്ലാവരും ആന എന്ന് കിടന്ന് വിളിക്കുമായിരുന്നു. ഞങ്ങളെല്ലാം അപ്പം നേരത്തെ പിടിച്ചു. ഞങ്ങൾ ഓടി. കണ്ടോ ഈ ആന വരുന്ന ആരെ വിളിച്ചു പറഞ്ഞു? ഞങ്ങൾ ഇവിടെ നിൽക്കായിരുന്നു. അപ്പുറം ഇന്നൊരു വിളിച്ചു പറയായിരുന്നു ആന വന്ന്. അപ്പോൾ ഓടിയായിരുന്നു. അപ്പോൾ എല്ലാവരുടെ ഓടി കയറി ഗേറ്റ് അടച്ചു. ഒരു +2 വിദ്യാർത്ഥി നിങ്ങളുടെ ഒപ്പമുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടി അതിന്റെ മുന്നിൽ ചെന്ന് ഞങ്ങളുടെ ക്ലാസ്സുകളിൽ തന്നെയാണ്. അത് വേണിന്ന് പേര്. കൊച്ചാണ്. ആനനെ കണ്ടപ്പോ പെട്ടെന്ന് വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് ഓടി മാറാൻ പറ്റിയല്ലേ? ആന ഏതോ ഭാഗ്യത്തിന് സ്കൂളിലേക്ക് വന്നില്ല, നേരെ താഴെക്കൂടെ ഇറങ്ങിപ്പോയി. മുൻപ് നിങ്ങൾ ഈ ആന കണ്ടോ? കാട്ടാനെ വല്ലതും കണ്ടോ? ഇല്ല, ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് മിസ്സുമാര് പറഞ്ഞായിരുന്നു ഇടയ്ക്ക്. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നെ കാട്ടാന വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എന്താ തോന്നിയെന്ന് വെച്ചാൽ ജീവൻ കിട്ടിയ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾ ഇറങ്ങി ഓടി. അതെ, ആന ഒരു പേടിച്ചു പോയി.
പേടിയുണ്ട്. ഇപ്പോഴും RRT അധികൃതർ ആനയെ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണം തുടരുകയാണ്. ജനവാസ മേഖലയിൽ നിന്നും തുരുത്തുന്നതിനായുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സ്കൂളിലെ രക്ഷിതാക്കൾ ഒന്നടങ്കം ആശങ്കയിലാണ്. ആനയെ ജനവാസ മേഖലയിൽ നിന്നും ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ സ്വീകരിക്കണം. കുട്ടികൾ പഠിക്കുന്നതിനായി ഇവിടേക്ക് എത്തുന്നത് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം. അധികൃതരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് രക്ഷിതാക്കളും സ്കൂൾ അധികൃതരുമൊക്കെ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ ജിതിൻ കോട്ടയത്തിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പീരുമേട്.